കാശ്മീരിൻ്റെ ചരിത്ര വഴികളെ പരിശോധിക്കുന്ന സന്ദർഭങ്ങളിൽ ഷെയ്ഖ് അബ്ദുള്ളയുടെ ഉയർച്ചയും മഹാരാജ ഹരിസിംഗിനെതിരായ സമര പോരാട്ടങ്ങളും അതിൽ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇടപെടലുകളുമൊക്കെ നിർണായകമാണ്. ജവഹർലാൽ നെഹ്റുവിന് കാശ്മീർ വിഷയത്തിൽ കൂടുതൽ താൽപ്പര്യമുണ്ടായിരുന്നു എന്നതും ചരിത്രം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നെഹ്റു ഒരു സെക്യുലർ ഇന്ത്യയാണ് വിഭാവനം ചെയ്തത് എന്ന് ഏവർക്കും അറിയാമല്ലോ. 1940കളിൽ പഴയകാല ബ്രിട്ടീഷ് ഇന്ത്യ രണ്ട് പുതിയ രാജ്യങ്ങളായി മാറുമെന്ന അവസ്ഥ വന്നപ്പോൾ നാട്ടുരാജ്യങ്ങളുടെ കാര്യത്തിൽ തീരുമാനമൊന്നും ആയിരുന്നില്ല. സ്വാഭാവികമായും പലരും പല രീതിയിൽ ഇടപെടലുകൾ നടത്തുകയും ചെയ്യും. ബ്രിട്ടീഷ് ഭരണകാലത്ത് ജമ്മു ആൻഡ് കാശ്മീർ എന്ന രാജ്യത്തെ അവർ ഒരിക്കലും പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയുണ്ടായിട്ടില്ല. പകരം ആ മേഖലയെ അവരുടെ നിയന്ത്രണത്തിൽ തന്നെയുള്ള ഒരു മേഖലയായാണ് നിലനിർത്തിയത്. അതിനുള്ള കാരണം ആ മേഖലയുടെ സ്ട്രാറ്റജിക് പ്രാധാന്യം തന്നെയാണ്. അത്തരത്തിലുള്ള തന്ത്രപ്രധാനമായ ഒരിടം പുതിയ ഇന്ത്യയുടെ കൈകളിലായിരിക്കണമെന്ന് ഇന്ത്യൻ ഭരണതലങ്ങളും തീരുമാനിച്ചിരുന്നു. 1930കളിൽ ഷെയ്ഖ് അബ്ദുള്ള ഉൾപ്പെടെ പലരും ചേർന്ന് മഹാരാജയുടെ ഭരണത്തിനെതിരായി ജമ്മു ആൻഡ് കാശ്മീർ മുസ്ലിം കോൺഫറൻസ് ഒക്കെ സ്ഥാപിക്കുകയും അതിൻ്റെ നേതൃത്വത്തിൽ പല സമര പോരാട്ടങ്ങളുമൊക്കെ നടത്തുകയും ചെയ്തു. ഇതിലെ പല നേതാക്കളും മതപരമായൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിലും ഷെയ്ഖ് അബ്ദുള്ള കൂടുതലായും ഒരു സെക്യുലർ അപ്രോച്ചിൻ്റെ വക്താവായിരുന്നു. അതിൻ്റെ ഭാഗമായി കാശ്മീർ താഴ്വരയിലെ രാജാവിനെ എതിർക്കുന്ന കാശ്മീർ പണ്ഡിറ്റുകളുടെ അടക്കം പിന്തുണ ഷെയ്ഖ് അബ്ദുള്ളയ്ക്ക് വന്നു ചേർന്നു. ഷെയ്ഖ് അബ്ദുള്ളയുടെ സെക്യുലർ ഔട്ട്ലുക്കിനെതിരെ ആ പാർട്ടിയിൽ തന്നെ പ്രശ്നങ്ങളും ഉടലെടുത്തിരുന്നു. ഇതേ സമയമാണ് 1938ൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായക മുഖമായി മാറിക്കൊണ്ടിരുന്ന കാശ്മീരി പണ്ഡിറ്റ് വിഭാഗത്തിൽ തന്നെ വരുന്ന ജവഹർലാൽ നെഹ്റുവിനെ ഷെയ്ഖ് അബ്ദുള്ള കാണുന്നതും പരിചയപ്പെടുന്നതുമൊക്കെ. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിലും നെഹ്റുവിൻ്റെ സെക്യുലർ സോഷ്യലിസ്റ്റ് നയങ്ങളിലും ഷെയ്ഖ് അബ്ദുള്ളയും ആകൃഷ്ടനായി. ആ കാല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളുടെ ജമ്മു ആൻഡ് കാശ്മീരിലേക്കുള്ള വളർച്ചയുടെ നിർണായക ശക്തിയായും ഷെയ്ഖ് അബ്ദുള്ള അതോടെ മാറുകയാണ്. ഇതേ സമയം അവിടെയുള്ള മുസ്ലിം കോൺഫറൻസിൽ തന്നെ പല മാറ്റങ്ങളൊക്കെ വരാനും ആരംഭിച്ചു. ഷെയ്ഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ജമ്മു ആൻഡ് കാശ്മീർ നാഷണൽ കോൺഫറൻസ് എന്ന നിലയിലായി അവരുടെ പ്രവർത്തനങ്ങൾ. എന്നാൽ പാർട്ടിയുടെ സെക്യുലർ മനോഭാവം അതിനുള്ളിലുള്ള പലരും തന്നെ എതിർക്കുകയും അതോടെ അവിടെ ഒരു സ്പ്ലിറ്റ് തന്നെ രൂപപ്പെടുകയും ചെയ്തു. അങ്ങനെ 1941ൽ ചില പ്രബലരൊക്കെ ചേർന്ന് വീണ്ടും മുസ്ലിം കോൺഫറൻസ് സൃഷ്ടിക്കുകയും ആ പാർട്ടി മുഹമ്മദ് അലി ജിന്നയ്ക്കും ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുസ്ലിം ലീഗിനുമൊക്കെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ജമ്മു ആൻഡ് കാശ്മീർ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. അതേസമയം ജനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന അതൃപ്തിയൊക്കെ ഒന്ന് തണുപ്പിക്കാനും ഭരണമേഖലകൾ നിലനിർത്താനുമായി മഹാരാജ ഹരിസിംഗ് അവിടെ പല നടപടികളും എടുത്തുകൊണ്ടിരുന്നു. ഷെയ്ഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ മഹാരാജാവിനെതിരെ ക്വിറ്റ് കാശ്മീർ മൂവ്മെൻ്റ് ഒക്കെ വന്നതോടെ രാജാവിൻ്റെ ഭരണതലങ്ങളും നാഷണൽ കോൺഫറൻസും തമ്മിൽ നിരന്തര പോരാട്ടങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. മിക്കവരെയും അറസ്റ്റ് ചെയ്തു. പട്ടാള നിയമവും പ്രഖ്യാപിക്കപ്പെട്ടു. ചിലർ രക്ഷപ്പെട്ട് പഞ്ചാബിലേക്ക് എത്തി. ഷെയ്ഖ് അബ്ദുള്ളയെ 3 വർഷം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ കലുഷിതമായ ജമ്മു ആൻഡ് കാശ്മീർ രാഷ്ട്രീയത്തിൽ നെഹ്റുവിൻ്റെ ചില നിർണായക ഇടപെടലുകൾ 1946കളിൽ വരികയുണ്ടായി. നേരത്തെ പറഞ്ഞതുപോലെ 1938ൽ ഷെയ്ഖ് അബ്ദുള്ളയും നെഹ്റുവും പെഷവാറിൽ വെച്ച് കണ്ടുമുട്ടുകയും അടുത്ത സുഹൃത്തുക്കളാവുകയും ഒക്കെ ചെയ്തു. 1940ൽ നെഹ്റു ഖാൻ അബ്ദുൽ ഗാഫർ ഖാനോടൊപ്പം കാശ്മീരിൽ വലിയൊരു യാത്ര തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി. ഇത് ഷെയ്ഖ് അബ്ദുള്ളയുടെ രാഷ്ട്രീയ ശക്തിക്ക് അടിത്തറ പാകുന്നതിനും സഹായകമായി. ഷെയ്ഖ് അബ്ദുള്ള ജനങ്ങളുടെ നേതാവാണെന്നും ജനങ്ങൾ ഷെയ്ഖ് അബ്ദുള്ളയെ സ്നേഹിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കി നെഹ്റു അദ്ദേഹത്തിന് വേണ്ട പിന്തുണയും നൽകുകയുണ്ടായി. 1945ൽ നാഷണൽ കോൺഫറൻസ് ശ്രീനഗറിന് സമീപം സോപൂരിൽ വെച്ച് ഒരു സമ്മേളനം നടത്തുകയുണ്ടായി. ഷെയ്ഖ് അബ്ദുള്ളയുടെ ക്ഷണത്തിൽ ജവഹർലാൽ നെഹ്റുവും ഖാൻ അബ്ദുൽ ഗാഫർ ഖാനും മൗലാന അബ്ദുൽ കലാം ആസാദുമൊക്കെ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു. ഷെയ്ഖ് അബ്ദുള്ള ഓൾ ഇന്ത്യ സ്റ്റേറ്റ്സ് പീപ്പിൾസ് കോൺഫറൻസിൻ്റെ വൈസ് പ്രസിഡന്റ് ആയപ്പോൾ നെഹ്റു അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. 1946ഓടെ കാശ്മീർ ക്രൈസിസ് വലിയ അർത്ഥതലങ്ങളിലേക്ക് എത്തിത്തുടങ്ങി. 1946 മെയ് 21 ഓൾ ഇന്ത്യ സ്റ്റേറ്റ്സ് പീപ്പിൾസ് കോൺഫറൻസിൻ്റെ പരിപാടിക്കായി ഷെയ്ഖ് അബ്ദുള്ള ഡൽഹിയിലേക്ക് പുറപ്പെടുകയാണ്. എന്നാൽ മഹാരാജ ഹരിസിംഗിൻ്റെ ഗവൺമെൻറ് ഇത് തടയുകയും ഷെയ്ഖ് അബ്ദുള്ളയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതോടെ അവിടെയുള്ള പ്രശ്നങ്ങൾ പുതിയ അർത്ഥതലങ്ങളൊക്കെ വന്നു ചേർന്നു. പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും ഇടപെടാനും എന്ന നിലയിൽ ജവഹർലാൽ നെഹ്റു തന്നെ ശ്രീനഗറിലേക്ക് യാത്ര ചെയ്യാൻ ഒരുങ്ങി. എന്നാൽ 1946 ജൂൺ 20 നെഹ്റുവിനെ ശ്രീനഗറിലേക്ക് കടക്കാൻ അനുവദിക്കാതെ വീട്ടുതടങ്കലിൽ എന്ന പോലെ
ഉറി മേഖലയിൽ താമസിപ്പിക്കുകയാണ് ചെയ്തത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ആൻസെസ്ട്രൽ ഹോമിലേക്ക് പോവാനും ആ സമയം അനുവദിക്കുകയുണ്ടായില്ല. നെഹ്റു ശ്രീനഗറിലേക്ക് വീണ്ടും പോവാൻ അതോടെ തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ രണ്ടാമതും ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. സ്വാഭാവികമായും ഇത്തവണ അത് വലിയൊരു പ്രശ്നമായി മാറാം. പിന്മാറാൻ കൂട്ടാക്കാത്ത നെഹ്റുവിനെയും ജനതയെയും അവർക്ക് നേരിടേണ്ടതായും വരും. ഏതായാലും ഇത് മുൻകൂട്ടി മനസ്സിലാക്കുന്ന ഭരണതലങ്ങളിലുള്ളവർ ഇടപെടലുകൾ സൃഷ്ടിച്ചെടുക്കുകയും അതിൻ്റെ ഭാഗമായി ലോർഡ് വെയ്വൽ തന്നെ മഹാരാജ ഹരിസിംഗിനോട് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കണം എന്ന നിർദ്ദേശമൊക്കെ നൽകുകയുണ്ടായി. 1946 ജൂലൈയിൽ നെഹ്റു വീണ്ടും ശ്രീനഗറിലേക്ക് യാത്ര നടത്തിയപ്പോൾ പ്രതിരോധമോ തടസ്സമോ ഒന്നും സൃഷ്ടിക്കപ്പെട്ടില്ല. ഷെയ്ഖ് അബ്ദുള്ളയെ കണ്ട് ചർച്ചകളും അദ്ദേഹം നടത്തുകയുണ്ടായി. ഷെയ്ഖ് അബ്ദുള്ളയിലൂടെ കാശ്മീരിനെയും സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമാക്കാമെന്ന് നെഹ്റു വിശ്വസിച്ചിരുന്നു. പ്രത്യേകിച്ച് സെക്യുലർ ഇന്ത്യ എന്ന ആശയത്തോടൊപ്പമാണ് ഷെയ്ഖ് അബ്ദുള്ളയും ആ സമയം നിലകൊണ്ടിരുന്നത്. ഇത്തരത്തിൽ കാശ്മീരിൻ്റെ വിഷയം സങ്കീർണമാവുന്ന നാളുകളിലാണ് സ്വാതന്ത്ര്യ കാലഘട്ടം കൂടി കടന്നു പോകുന്നത്. ഈ സമയങ്ങളിൽ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ മുസ്ലിം കോൺഫറൻസിൻ്റെ സഹായത്തോടെ അവരുടെ ഭാഗത്തേക്കാക്കാനും വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഏതായാലും പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ എംപയർ രണ്ട് പുതിയ രാജ്യങ്ങളായി മാറിയപ്പോൾ അത് കാശ്മീർ തർക്കത്തിൻ്റെ ശക്തിയും വർദ്ധിപ്പിച്ചു. എവിടെയും ചേരാതെ നിന്ന കാശ്മീരിൻ്റെ ഭാവിയും ഈ സമയം നീണ്ടുപോവുകയുണ്ടായി. ജമ്മു ആൻഡ് കാശ്മീർ ഹരിസിംഗിൻ്റെ നേതൃത്വത്തിൽ തുടരുകയാണെങ്കിൽ അവിടെ പാകിസ്ഥാൻ മേഖലകളിൽ നിന്ന് ആക്രമണവും പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാവുമെന്ന് ആ കാലത്ത് തന്നെ ഏവരും ഉറപ്പിച്ചിരുന്നതുമാണ്. ബ്രിട്ടീഷ് ഇന്ത്യക്ക് കാശ്മീർ ഒരു തന്ത്രപ്രധാന ഇടമായിരുന്നതുപോലെ തന്നെ ഇന്ത്യക്കും കാശ്മീർ നിർണായകമാണെന്ന രീതിയിലാണ് ഇന്ത്യൻ ഭരണതലങ്ങളും ഈ സമയം നീക്കങ്ങൾ നടത്തിയത്. ഷെയ്ഖ് അബ്ദുള്ളയിലൂടെ ഇന്ത്യക്കൊപ്പം കാശ്മീർ നിൽക്കുമെന്ന നിഗമനം ഇന്ത്യ നടത്തിയതുമാണ്. ഇത്തരത്തിൽ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ തന്നെ കാശ്മീരിൽ പോവുകയും ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ തീരുമാനം ഒരു സ്റ്റാൻഡ് സ്റ്റില്ലായി തുടരുകയാണ് ഉണ്ടായത്. അതോടെ ഷെയ്ഖ് അബ്ദുള്ളയെ ജയിലിൽ നിന്ന് പുറത്തുവിടാതെ കാശ്മീരിൻ്റെ പ്രശ്നം തീരില്ലെന്ന നിലപാട് നെഹ്റു ശക്തമായി എടുക്കാൻ തുടങ്ങി. കാരണം ഇന്ത്യക്കൊപ്പം ആ മേഖല മുഴുവൻ നിൽക്കണമെങ്കിൽ ഷെയ്ഖ് അബ്ദുള്ള അവിടെ പ്രധാനപ്പെട്ട നിലയിൽ പുറത്തു നിൽക്കണം. ഈ സമയമാണ് മൗണ്ട് ബാറ്റൻ്റെ പ്രശസ്തമായ ചില വാക്കുകളൊക്കെ വരുന്നത്. ഇന്ത്യയുടെ പ്രശ്നങ്ങളെ നെഹ്റു മൊത്തത്തിൽ കൂടുതലായി നോക്കണമെന്നും ഇന്ത്യയിൽ 40 കോടിയോളം ജനങ്ങളുള്ളപ്പോൾ കാശ്മീരിൽ 40 ലക്ഷം പേരാണെന്നും കാശ്മീരിനായി കൂടുതൽ സമയം നെഹ്റു നീക്കി വയ്ക്കരുതെന്നും മൗണ്ട് ബാറ്റൻ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇന്ത്യ എന്ന വലിയ രാജ്യത്തിന് ഒട്ടനവധി മറ്റ് പ്രശ്നങ്ങൾ നേരിടേണ്ടതായി ഉണ്ടെന്നും നായകനായ നെഹ്റു അതിൽ ശ്രദ്ധിക്കുമെന്നും കാശ്മീർ വിഷയം മറ്റ് പ്രധാനപ്പെട്ടവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ചകൾ തുടരാമെന്നും നെഹ്റുവിൻ്റെ സ്ഥാനത്ത് ഷെയ്ഖ് അബ്ദുള്ളയുടെ റിലീസുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്താൻ മഹാത്മാഗാന്ധിയെ തന്നെ ശ്രീനഗറിലേക്ക് പോവാനായി ചില നീക്കങ്ങളൊക്കെ ആ കാലത്ത് നടത്തപ്പെട്ടു. അതിനായി മൗണ്ട് ബാറ്റൻ മഹാരാജ ഹരിസിംഗിന് കത്തെഴുതുകയും ചെയ്തു. സ്വാഭാവികമായും ഹരിസിംഗ് ഗാന്ധിജിയുടെ വരവിനെയും തടയാൻ ശ്രമിച്ചു. ഭൂരിപക്ഷം ജനതയും രാജാവിന് എതിരാണെന്നിരിക്കെ ഒന്നുകിൽ പാകിസ്ഥാനൊപ്പം ചേരുക അല്ലെങ്കിൽ ഇന്ത്യക്കൊപ്പം ചേരുക എന്ന നയത്തിലേക്ക് കാശ്മീർ എത്തിച്ചേരേണ്ടി വരും. അത്തരം സന്ദർഭങ്ങളിൽ ഹിതപരിശോധനയൊക്കെ വന്നാൽ രാജാവിനേക്കാളും പ്രാധാന്യം ഷെയ്ഖ് അബ്ദുള്ളയ്ക്ക് വരുമെന്ന് നെഹ്റു മനസ്സിലാക്കിയിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാലാവസ്ഥ കൂടിയായിരുന്നു. മഞ്ഞുകാലം വന്നാൽ ആ കാലത്ത് ഇന്ത്യക്ക് കാശ്മീർ മേഖലകളിലേക്ക് എത്തുന്നതിന് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണമേഖലകൾ ഷെയ്ഖ് അബ്ദുള്ളയെ ഏത് വിധേനയും തടവിൽ നിന്ന് എത്രയും വേഗം മോചിപ്പിക്കുന്നതിനായുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഏതായാലും സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് മുന്നോടിയായി തന്നെ കാശ്മീർ പ്രശ്നം പരിഹരിക്കാം എന്ന സാധ്യത ഒട്ടും വിജയിച്ചില്ല. ഷെയ്ഖ് അബ്ദുള്ളയെ പോലും രാജാവ് പുറത്തുവിട്ടതുമില്ല. രാജാവ് എവിടെയും ചേരാതിരുന്നതുകൊണ്ട് തന്നെ പുതുരാജ്യങ്ങൾ പിറന്നതിനപ്പുറം സ്ഥിതിഗതികൾ കൂടുതൽ കലുഷിതമാവുകയും ചെയ്തു. രണ്ട് രാജ്യങ്ങൾ ചേർന്നുള്ള വടംവലികളും നീക്കങ്ങളും കാശ്മീർ മേഖലകളിൽ സംഭവിച്ചുകൊണ്ടേയിരുന്നു. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ പല മേഖലകളിലും പോരാട്ടങ്ങൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. ആ രാജ്യത്തിൻ്റെ സ്റ്റേറ്റ് ഫോഴ്സിന് അതിനെയൊന്നും വേണ്ട വിധം നേരിടാനുമായതുമില്ല. സ്വാഭാവികമായും ഇന്ത്യയോടൊപ്പം ചേരാനുള്ള നടപടികളിലേക്ക് മഹാരാജ ഹരിസിംഗിന് എത്തിച്ചേരേണ്ടിയും വന്നു. കാശ്മീർ താഴ്വരയിലെ നായകനായിട്ടുള്ള ഷെയ്ഖ് അബ്ദുള്ളയെ എത്രയും പെട്ടെന്ന് ജയിൽ മോചിതനാക്കി ഭരണത്തിൻ്റെ തലവനാക്കിക്കൊണ്ട് ഇന്ത്യയോടൊപ്പം ചേർന്ന് പ്രശ്നപരിഹാരത്തിന് ഇന്ത്യൻ മേഖലകൾ നിർദ്ദേശിക്കുകയും ചെയ്തു. മറ്റു വഴികളില്ലാതെ അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇനി ജനഹിത പരിശോധന നടത്തിയാലും ഷെയ്ഖ് അബ്ദുള്ളയിലൂടെ കാശ്മീർ താഴ്വര ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്ന് ഏവരും മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഹിതപരിശോധനയ്ക്ക് തയ്യാറായതുമില്ല. 1947 സെപ്റ്റംബർ 29 ഷെയ്ഖ് അബ്ദുള്ള മോചിതനാക്കപ്പെട്ടത്.
അധികം വൈകാതെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷനിലൂടെ ജമ്മു ആൻഡ് കാശ്മീർ എന്ന രാജ്യം ഔദ്യോഗികമായി ഇന്ത്യയിൽ ലയിക്കുകയുണ്ടായി.